എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിലെ സമൂഹശാസ്ത്രത്തിലെ സോഷ്യോളജിയിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള സംസ്കാരവും സമൂഹവൽക്കരണവും എന്ന് പറയുന്ന അല്ലെങ്കിൽ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംസ്കാരം എന്ന് പഠിക്കാനുണ്ട്, എന്താണ് കൾച്ചർ എന്ന് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എന്താണ് സാമൂഹ്യവൽക്കരണം, എന്താണ് സോഷ്യലൈസേഷൻ എന്നാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് കൾച്ചർ അഥവാ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ് കൾച്ചർ എന്നതിനെ കുറിച്ച് ഒരു ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എഡ്വേർഡ് ടൈലർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള സോഷ്യോളജിസ്റ്റ് പറയുന്ന ഒരു ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ഡെഫിനിഷൻ ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന വിജ്ഞാനം, വിശ്വാസങ്ങൾ, കല, സദാചാരം, നിയമം, ആചാരം, അതുപോലെ തന്നെ മറ്റു കഴിവുകൾ, ശീലങ്ങൾ എന്നിവയുടെ ആകെ തുകയാണ് നമ്മുടെ എഡ്വേർഡ് ടൈലർ സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി സംസ്കാരത്തിന്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ചിന്ത, മനോഭാവം, വിശ്വാസം എന്നിവയുടെ ഒരു രീതിയാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു ജനതയുടെ ജീവിത രീതിയാണ് സംസ്കാരം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറി വരുന്ന ഒന്നാണ് സംസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് സംസ്കാരം. അതുപോലെ തന്നെ ശീലങ്ങൾ, ആചാരങ്ങൾ, ആശയങ്ങൾ തുടങ്ങിയവയുടെ ഒരു കൂട്ടത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? സംസ്കാരം എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് സംസ്കാരത്തിന് പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ട് എടുത്തു പറയുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 83 പറയുന്നുണ്ട് സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പൊതുവെ ആർജിച്ചെടുക്കുന്ന ഒരു ജീവിത രീതിയായിട്ടാണ് സംസ്കാരത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ കുടുംബാംഗങ്ങൾ, ഗണങ്ങൾ, സമുദായങ്ങൾ എന്നിവയിലൂടെ എന്താണ് ഒരു വ്യക്തി സമൂഹത്തിൽ നിന്നും ആർജിച്ചെടുക്കുന്ന ചില മൂല്യങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സംസ്കാരം എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേരള സംസ്കാരം എന്ന് പറയും അല്ലേ? ഇപ്പോൾ തമിഴ്നാടൻ സംസ്കാരം എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ രണ്ട് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളത്തിലുള്ള ആളുകളുടെ ജീവിത രീതി, അവരുടെ ആഹാരം, അതുപോലെ തന്നെ ആരാധന രീതികൾ, മതം, ജാതി, ഗോത്രം, അതുപോലെ നമ്മൾ സംസാരിക്കുന്ന മലയാള ഭാഷ, ആഹാര രീതികൾ അല്ലേ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കേരള സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പം അത്രയേ ഉള്ളൂ. അതായത് ഒരു വ്യക്തി സമൂഹത്തിൽ നിന്നും ആർജിച്ചെടുക്കുന്ന വിശ്വാസങ്ങൾ, കല, സദാചാരം, നിയമം, ആചാരം എന്നിവയുടെ എന്താണ് ആകെ തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി നോക്കുക. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉള്ളതുകൊണ്ട് മാത്രം ഒരു സംസ്കാരം ഉയർന്നതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അല്ലേ. അതിൻ്റെ ഒരു പഴമ, അതുപോലെ തന്നെ അവരുടെ ജീവിത രീതികൾ അതൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ അല്ലേ? അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് നിർണ്ണയിക്കുക? സംസ്കാരം നിർണ്ണയിക്കുക. ഓക്കെ അല്ലേ? ടെക്നോളജിക്കൽ അല്ലെങ്കിൽ എന്താണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉയർന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സംസ്കാരം ഉയർന്നതാണെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല അല്ലേ. ഇപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം, അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പഴമ അല്ലേ, സംസ്കാരത്തിൻ്റെ ഒരു പഴമ വളരെ നിർണായകമായിട്ട് നമ്മൾ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. ഈ സംസ്കാരത്തെ കുറിച്ച് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സോഷ്യോളജിയിൽ, സോഷ്യോളജി നമ്മൾ മുന്നേ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യോളജിക്ക് മറ്റു വിഷയങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ. അപ്പോൾ നരമശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ആന്ത്രപ്പോളജിയിൽ നമ്മൾ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഈ കൾച്ചർ അഥവാ സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് സോഷ്യോളജിക്കലും ഒപ്പം ആന്ത്രപ്പോളജിക്കലും ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് മലനോസ്കിയും ഒപ്പം രണ്ടാമത്തത് എഡ്വേർഡ് ടൈലറും. ഓക്കെ അല്ലേ? അപ്പോൾ എഡ്വേർഡ് ടൈലർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ബ്രിട്ടീഷ് ആന്ത്രപ്പോളജിസ്റ്റുമാണ്, സോഷ്യോളജിസ്റ്റുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാകൃത സംസ്കാരം എന്ന് പറയുന്ന കൃതിയിലാണ് അദ്ദേഹം എന്താണ് ഈ ഒരു സംസ്കാരത്തിന് കൃത്യമായിട്ടുള്ള ഒരു നിർവചനം ആര് കൊടുത്തിട്ടുള്ളത്? എഡ്വേർഡ് ടൈലർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എഡ്വേർഡ് ടൈലറിന്റെ ഡെഫിനിഷൻ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ്. നമ്മൾ ഇനി മലനോസ്കിയുടെ ഡെഫിനിഷനിലേക്ക് വരികയാണെങ്കിൽ മലനോസ്കി പറയുന്നത് പൂർവാചിത വസ്തുതകൾ, അതുപോലെ തന്നെ സാധനങ്ങൾ, സാങ്കേതിക പ്രക്രിയകൾ, ഒപ്പം എന്താണ് ആശയങ്ങൾ, ശീലങ്ങൾ, മൂല്യങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് സംസ്കാരം എന്നാണ് ആര് പറയുന്നത്? മലനോസ്കി പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ഈ എഡ്വേർഡ് ടൈലറിനെ പോലെ നമ്മുടെ മലനോസ്കിനെ പോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആണ് ക്ലിഫേർഡ് ഗിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ അവൻ സ്വയം നെയ്തെടുക്കുന്ന പ്രാധാന്യത്തിൻ്റെ വലകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ജീവിയാണെന്ത്? സംസ്കാരം എന്നാണ് ക്ലിഫേർഡ് ഗേറ്റ്സ് കൾച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചു നോക്കുക. അപ്പോൾ ഇത് ഡെഫിനിഷൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു നല്ല 2 ഡെഫിനിഷൻസ് ബൈ ഹാർട്ട് ഒന്ന് പഠിച്ചു നോക്കുക. ഈ ഒരു ഭാഗത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കിൻ്റെ പേര് പഠിക്കാനുണ്ട്. അതായത് അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റുകളായിട്ടുള്ള അമേരിക്കയിലെ നരവംശാസ്ത്രജ്ഞരായിട്ടുള്ള ആൽഫ്രഡ് ക്രോബും അതുപോലെ തന്നെ ക്ലൈഡ് കുക്ഹോവും രണ്ടുപേരും കൂടെ കൊലാബറേറ്റ് എഴുതിയിട്ടുള്ള ഇവർ രണ്ടുപേരും കൂടെ കൂടിച്ചേർന്ന് എഴുതിയിട്ടുള്ള ബുക്കിൻ്റെ പേരാണ് കൾച്ചർ, എ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻസ്.
ഓക്കെ അല്ലേ? അപ്പോൾ ആ ബുക്കിൻ്റെ പേര് നിങ്ങൾ എന്താണ്, ഇംഗ്ലീഷ് ബുക്കാണ്, ആ ബുക്കിൻ്റെ പേര് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. കൾച്ചർ എ ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻസ്. ഓക്കെ അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 85 ഏറ്റവും ലാസ്റ്റ് ഭാഗത്തുള്ള ആ ഒരു ഭാഗം മുതലാണ് നമ്മൾ എന്താണ് സംസ്കാരം എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 8 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 8 പോയിന്റ്സ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തയുടെയും വൈകാരികതയുടെയും വിശ്വാസത്തിൻ്റെയും വ്യക്തിപരമായ ഒരു രീതിയാണെന്ത് സംസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒരു ജനതയുടെ എന്താണ് മൊത്തം ജീവിത രീതിയെ നമ്മൾ എന്ത് വിളിക്കും, സംസ്കാരം എന്ന് വിളിക്കും. ഈ മൂന്നാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ പെരുമാറ്റ രീതികളെ നമ്മൾ സംസ്കാരം എന്ന് വിളിക്കും. നാലാമത്തെ പോയിന്റ് ആണ് അഭ്യസ്ത പെരുമാറ്റത്തെയും എന്തെന്ന് വിളിക്കും, സംസ്കാരം എന്ന് വിളിക്കും. ഒപ്പം എന്താണ് പഠന സഞ്ചയങ്ങളുടെ എന്താണ് കലവറയാണെന്ത് സംസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യക്തി എന്താണ് തന്റെ ഗണത്തിൽ നിന്നും ആർജിച്ചെടുക്കുന്ന സാമൂഹിക പൈതൃകത്തിനെ നമ്മൾ എന്ത് വിളിക്കും, സംസ്കാരം എന്ന് വിളിക്കും. അതുപോലെ തന്നെ മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് നമ്മൾ സംസ്കാരം, മനുഷ്യന്റെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം എന്ന രീതിയിൽ നമ്മൾ എന്താണ് സംസ്കാരത്തെ പറയാറുണ്ട്. ഓക്കെ അല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇപ്പോൾ യൂറോപ്യൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു ആള് നടന്നു പോകുന്നത് നമ്മൾ പറയും അല്ലേ, സംസ്കാരമില്ലാത്തവൻ എന്ന് പറയും അല്ലേ? നമ്മുടെ സംസ്കാരമായിട്ട് എന്താണ് പൊരുത്തപ്പെടാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ ഒരു ആളുകളുടെ പെരുമാറ്റത്തെ എന്താണ് നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് എന്താണ് ഒരു പരിധിവരെ എന്ത് മാറാറുണ്ട്, സംസ്കാരം മാറാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സാമിനൊന്നും എഴുതി ഒരു എക്സാമ്പിളായിട്ട് മാത്രം ഓർത്ത് വെക്കുക കേട്ടോ. നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സംസ്കാരത്തിൻ്റെ വിവിധ മാനങ്ങൾ അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയുകയാണ്, സംസ്കാരത്തിൻ്റെ വിവിധ മാനങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ. ഓക്കെ അല്ലേ? അപ്പോൾ സംസ്കാരത്തിൻ്റെ വിവിധ മാനങ്ങളെ പ്രധാനമായിട്ടും 3 തരംതിരിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിക്കുക. ഒന്നാമത്തത് ജ്ഞാനാത്മകം, രണ്ടാമത്തത് നൈതികം, മൂന്നാമത്തത് ഭൗതികം. ഓക്കെ അല്ലേ? ഒന്നാമത്തത് ജ്ഞാനാത്മകം അഥവാ കൊഗ്നിറ്റീവ്, രണ്ടാമത്തത് നൈതികം അഥവാ നോമറ്റീവ്, മൂന്നാമത്തേതാണ് ഭൗതികം അഥവാ മെറ്റീരിയൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് സംസ്കാരത്തിന്റെ വിവിധ മാനങ്ങൾ എന്ന് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു നോക്കുക. അപ്പോൾ ഇതിനെ ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് എന്താക്കാം, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെ ഓരോന്നിനെ ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ, സംസ്കാരവും സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് കൾച്ചർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കൾച്ചറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ ആണ്, സംസ്കാരത്തിന്റെ വിവിധ മാനങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു.